വന്ന് കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ ഞാൻ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇനി ഫസ്റ്റായിട്ട് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ഒരു ക്രോഷേ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള സ്ലിപ്പ് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഈ യാണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യാണിൻ്റെ പേര് നാക്കോ. ഇതിൽ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ യാൺ നീഡിലിൻ്റെ സൈസും പറഞ്ഞിട്ടുണ്ട്. 3 മില്ലിമീറ്റർ യാൺ നീഡിലാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ 3 മില്ലിമീറ്ററിൻ്റെ യാൺ നീഡിൽ എടുത്തിട്ടുണ്ട്. 3 മില്ലിമീറ്ററിൻ്റെ യാൺ നീഡിൽ. അപ്പോൾ ഇനി സ്ലിപ്പ് നോട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ യാൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് യാണിൻ്റെ മുകളിൽ തന്നെ ഇവിടെ തന്നെ ആദ്യം ഒരു ത്രെഡ് ഉണ്ടാവും. ആ ത്രെഡ് ഒന്നുകിൽ അത് ഓപ്പൺ ചെയ്യാം. ഇനി ചില യാണിൻ്റെ ആണെങ്കിൽ ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റും. യാണിൻ്റെ അറ്റം അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പുറത്തേക്ക് എടുക്കുക. യാൺ അല്ല, അത് ഏറ്റവും ആദ്യമായിട്ടൊരു യാണിങ് ക്രോഷേയിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാനിത് പറയുന്നത്. അപ്പോൾ ഇനി നോക്കാം എങ്ങനെയാണ് സ്ലിപ്പ് നോട്ട്. ഇതാണ് ഏറ്റവും ആദ്യം ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന നോട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ത്രെഡ് ഇങ്ങനെ 2 കൈ കൊണ്ടും പിടിച്ചതിന് ശേഷം ഈ അറ്റം വളച്ച് ഇങ്ങനെ കൊണ്ടുവരാം. അറ്റം വളച്ച് നീളമുള്ള ത്രെഡിൻ്റെ മുകളിലേക്ക് ഈ ടെയിൽ എൻഡ്, അതായത് ഈ വാലറ്റം വളച്ച് മുകളിലേക്ക് വയ്ക്കുക. മുകളിലേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ അറ്റം ഭാഗം ഇതിൻ്റെ അടിയിലേക്ക്, അതായത് ഒരു കെട്ടിടുന്ന പോലെ അടിയിലേക്ക് വെച്ചതിന് ശേഷം ഈ വാല് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച് ടൈറ്റാക്കുക. ഇതാണ് ഒരു സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാൻ കെട്ടിടാനായിട്ട്. അത് തന്നെയാണ് ഈ സ്ലിപ്പ് നോട്ട്. അതായത് ത്രെഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ത്രെഡിനെ വളച്ചിങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഇതിൻ്റെ ഈ വാൽഭാഗം ഈ സർക്കിളായിട്ടുള്ള ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇത് വലിക്കുക. അത്രേ ഉള്ളൂ സംഭവം. ഇത് വലിച്ചതിന് ശേഷം നമ്മളെ നീഡിൽ, ഏത് നീഡിലാണോ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് യാണാണോ അതിൻ്റെ സൈസിന് യോജിച്ച നീഡിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നീഡിൽ സെലക്ട് ചെയ്തതിന് ശേഷം ആ നീഡിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ചിട്ട് ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഒരുപാട് ടൈറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാം. ഞാൻ ഒന്നും കൂടിയും കാണിക്കാം. സ്ലിപ്പ് നോട്ട്, ഇതിനെയാണ് സ്ലിപ്പ് നോട്ട് എന്ന് പറയുക. ത്രെഡ് ഇങ്ങനെ വയ്ക്കുക, എടുക്കുക, മുകളിൽ കൂടെ വാല് കൊണ്ടുവരിക, ഉള്ളിലേക്ക് വളച്ച് വയ്ക്കുക, അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. ഇനി ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ഒട്ടുമിക്ക പ്രൊജക്റ്റും സ്റ്റാർട്ട് ചെയ്യുക ഒരു ചെയിൻ സ്റ്റിച്ചിൽ നിന്നായിരിക്കും. ഇത്ര ചെയിൻ ചെയ്തതിന് ശേഷം ഒന്നുകിൽ നമ്മൾ ഇപ്പോൾ ബുക്ക് നോക്കി ക്രോഷേ ചെയ്യുന്നവരാണെങ്കിൽ അതിലുണ്ടാവും. എങ്ങനെയായാലും ഒരു ഫസ്റ്റ് സ്ലിപ്പ് നോട്ട്, അത് കഴിഞ്ഞാൽ ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ ക്രോഷേയിങ് പഠിക്കുമ്പോഴൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല ഇന്ന നൂലിന് ഇന്ന നീഡിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കും അറിയില്ലായിരുന്നു ആദ്യമൊക്കെ ഏത് നൂലിന് ഏത് നീഡിലാണെന്ന്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത്. ഓക്കെ, ചില കട്ടിയുള്ള നൂല് വാങ്ങിച്ചിട്ട് നമ്മൾ ഈ കട്ടി കുറഞ്ഞ നീഡിലുകൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ പ്രോജക്റ്റ് നമ്മൾ വിചാരിച്ച പോലെ വരില്ല. അപ്പോൾ അങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത്. ഓരോ ഇതിൻ്റെ പുറത്തെഴുതിയിരിക്കുന്നതൊക്കെ കണ്ട് മനസ്സിലാക്കിയത്. ഇതിന് ഓരോ നൂലിനും അതാത് നീഡിൽ യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഇനി ഇപ്പോൾ സ്ലിപ്പ് നോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ ചെയിൻ സ്റ്റിച്ചിന് വേണ്ടി ചെയ്യാമെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇങ്ങനെ കെട്ടിട്ടിട്ടുണ്ടല്ലോ,
ഇത് നമ്മുടെ ഇടതുവശത്തെ ഇടത്ത് കയ്യിലേക്ക് വേണം വരാനായിട്ട്. ഇത് ഇടത്ത് കയ്യിലേക്ക് വന്ന് ഇനി ചെയ്യാനുള്ള നൂലും ഇടത്ത് ഭാഗത്തേക്കാണ് വരേണ്ടത്. വലത് കൈ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാനീ പറയണത്. എന്നിട്ട് നമ്മൾ ഈ യാണിനെ, അതായത് ഈ നൂലിനെ ഈ നീഡിലിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെയല്ല, ഇങ്ങനെ അടിയിൽ നിന്ന് എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരാം. മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഈ കെട്ടും ഇതിൻ്റെ ഈ വാലും നമ്മൾ ഈ കൈ കൊണ്ട് പിടിച്ചതിന് ശേഷം ഈ വന്നിട്ടുള്ള ഈ നൂലുണ്ടല്ലോ, ഈ നൂല് ഈ ആദ്യം ഇട്ടിരിക്കുന്ന കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഇതാണ് ഒരു ചെയിൻ. അതൊന്നുകൂടി കാണിക്കാം. ഇത് നൂല് നമ്മൾ ഇടത്ത് കയ്യിൽ പിടിക്കുക. ഇടത്ത് കയ്യിൽ പിടിച്ചിട്ട് അടിയിൽ കൂടെ, നീഡിലിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ഈ ഇതുമ്പോൾ ചെയിൻ ഉണ്ടല്ലോ, ഇതിനാണ് ചെയിൻ പറയുന്നത്. അപ്പോൾ നീഡിലുമുള്ള ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഈ നൂല് വലിച്ചെടുക്കുക. ഇപ്പോൾ 2 ചെയിനായി. അപ്പോൾ ഇതേപോലെ അടിയിൽ കൂടെ എടുക്കുക. അതിന് ശേഷം ഇങ്ങനെ വലിച്ചെടുക്കുക. 3 ചെയിനായി. അതേപോലെ അടിയിൽ കൂടെ എടുക്കുക. മുകളിലേക്ക് നൂലെത്തി കഴിയുമ്പോൾ ഈ നീഡിലിൻ്റെ ഈ ഹുക്ക് കൊണ്ട് വലിച്ചെടുക്കുക. 4 ചെയിനായി. അപ്പോൾ 5 ചെയിൻ. ഇങ്ങനെയാണ് കൗണ്ടിങ്. 6, 7, 8, 9, 10. 10 ചെയിനായി. നോക്കിയാലറിയാം, എണ്ണി നോക്കിയാലറിയാം. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ചെയിൻ ഇവിടെ, 1 ചെയിൻ ഈ യാണിൻ്റെ നീഡിലിൻ്റെ മുകളിലും. അങ്ങനെ മൊത്തം ഇപ്പോൾ 10 ചെയിനായി. ഇതിനെയാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയാം. അപ്പോൾ ഒന്നും കൂടി കാണിക്കാം. ആദ്യം നമ്മൾ എടുത്തു, വളച്ചു, അടിയിൽ കൂടെ കൊണ്ടുവന്നു, വലിച്ച് ഓട്ടരുള്ളിൽ കൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് വെച്ചു ടൈൽ. എന്നിട്ട് ഞാൻ നീഡിൽമേക്ക് അത് ടൈറ്റ് ചെയ്തു. വലിയ ടൈറ്റിങ് അല്ല, ചെറിയ ടൈറ്റിങ്. എന്നിട്ട് നൂലിനെ അടിയിൽ നിന്ന് മുകളിലേക്ക് എടുത്തു. ഈ കെട്ട്, അതായത് ഫസ്റ്റ് ചെയിൻ നമ്മുടെ കയ്യിൽ പിടിച്ചു, വലിച്ചെടുത്തു. ഇനി അതേപോലെ ഒന്നും കൂടി എടുത്തു, വലിച്ചെടുത്തു. അപ്പോൾ 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതാണ് ചെയിനിങ് എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്ന അടുത്ത സ്റ്റിച്ച്, സിംഗിൾ ക്രോഷേ. അപ്പോൾ സിംഗിൾ ക്രോഷേ ചെയ്യണമെങ്കിൽ ആദ്യമേ ഒരു ചെയിൻ ചെയ്തതിന് ശേഷമാണ് ഇനി സിംഗിൾ ക്രോഷേ ആയാലും ഹാഫ് ഡബിൾ ക്രോഷേ ആയാലും ഡബിൾ ക്രോഷേ ആയാലും ട്രിപ്പിൾ ക്രോഷേ ആയാലും ഒക്കെ ചെയ്യാൻ പറ്റുക. അപ്പോൾ ചെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ഇതേപോലെ തന്നെ നൂല് മുകളിൽ കൂടെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ തൊട്ടടുത്തുള്ള സ്റ്റിച്ച് ഉണ്ടല്ലോ, അതായത് ഈ സ്റ്റിച്ച്, അതിലേക്ക് നമ്മളുടെ നീഡിൽ ആദ്യം സിംഗിൾ ക്രോഷേ കാണിക്കാം. ഈ ഇപ്പം നമ്മുടെ ഇതുമ്പോൾ ഒരു ചെയിൻ ഉണ്ട്. ഈ ചെയിൻ അല്ലാതെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ചെയിനിൽ ഇങ്ങനെ നമ്മുടെ യാൺ നീഡിൽ ഉള്ളിൽ കൂടെ ഇടുക. അതിന് ശേഷം ഒരു പ്രാവശ്യം ഈ യാൺ അല്ലെങ്കിൽ നൂല് യാൺ നീഡിലിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് വലിക്കുക. ഇപ്പം 2 എണ്ണമായില്ലേ. ഇനി ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഇതിനെയാണ് ഒരു സിംഗിൾ ക്രോഷേ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി കാണിക്കാം, ഇനി അടുത്തതിൽ കാണിക്കാം. അപ്പോൾ അടുത്ത ചെയിനിൻ്റെ ഉള്ളിലേക്ക് നീഡിൽ കയറ്റുക. എന്നിട്ട് ഈ നൂല് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക, വലിച്ചെടുക്കുക. അപ്പോൾ 2 ചെയിനായി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നൂലൊന്നും കൂടിയും വളച്ച് വയ്ക്കുക, എടുക്കുക. അപ്പോൾ ഇത് അടുത്ത സിംഗിൾ ക്രോഷേ. അപ്പോൾ ഒന്നും കൂടി കാണിക്കാം. ഇത് നീഡിൽ ഉള്ളിലേക്ക് വയ്ക്കുക, നൂല്
നീഡിലിൻ്റെ മുകളിലേക്ക് വയ്ക്കുക, വലിച്ചെടുക്കുക. നൂലൊന്നും കൂടി നീഡിലിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. ഇതാണ് സിംഗിൾ ക്രോഷേ. അപ്പോൾ ഇങ്ങനെ നീഡിലാദ്യം ചെയിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക, നൂലതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക, നൂല് വലിച്ചെടുക്കുക, ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടി നൂല് അതിൻ്റെ മുകളിൽ യാൺ നീഡിലിൻ്റെ മുകളിൽ വയ്ക്കുക, വലിച്ചെടുക്കുക. ഇതിനെയാണ് സിംഗിൾ ക്രോഷേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഒരു സിംഗിൾ ക്രോഷേ. ആദ്യം ഒരു ചെയിൻ ചെയ്തു, അതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷേ. ഇതിനെയാണ് സിംഗിൾ ക്രോഷേ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മളിവിടെ വരെ സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി നമ്മൾ